ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ ലോ ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഈ MCQ സീരീസ് BNS IPC തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള MCQ സീരീസിന്റെ 4ാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ 3 ഭാഗങ്ങളും നിങ്ങൾ കണ്ട് പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നോട്ട് അഡ്ഹോക്ക് ലേണിംഗ് ആപ്പിനകത്ത് സൗജന്യമായി ലോഡോക്കേറ്റ്സ് എന്ന് പറയുന്ന കോഴ്സിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലോഡോക്കേറ്റ്സ് എന്ന് പറയുന്ന കോഴ്സിനകത്ത് ഈ ക്ലാസ്സിന്റെ നോട്ട് മാത്രമല്ല, ഇതല്ലാതെ കൂടാതെ കുറച്ചും കൂടി മറ്റ് പല ലോ പോയിന്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കുറേ പോയിന്റുകൾ, കുറേ സ്ലൈഡുകൾ, ടെസ്റ്റുകൾ, ക്വസ്റ്റ്യൻസ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. ഇതുവരെയും നിങ്ങളത് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ അഡ്ഹോക്ക് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലോഡോക്കേറ്റ്സ് എന്ന് പറയുന്ന സൗജന്യ കോഴ്സിനകത്ത് മെമ്പർ ആവുക. സോ നമുക്ക് ഈ ഒരു സെഷനിലേക്ക് കിടക്കാം. ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ആക്ട് ഇൻ സെക്ഷൻ 2(1) ഓഫ് BNS. സോ BNSനകത്ത് 2(1)നകത്താണ് ആക്ട് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് അതിൻ്റെ മീനിങ്? അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ലീഗൽ അസിസ്റ്റൻ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ചോദിച്ചിരിക്കുകയാണ് ഒമിഷൻ എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ് എന്ന്. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റൻ ആണ് 2(1)നകത്ത് എന്താണ് ആക്ടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആക്ട് ഡിനോട്ട്സ് ആസ് വെൽ ആസ് സീരീസ് ഓഫ് ആക്ട്സ് ആസ് എ സിംഗിൾ ആക്ട് ആണോ, ഓർ ആക്ട് ഡിനോട്ട്സ് ആസ് വെൽ ആസ് പാരലൽ ഓഫ് ആക്ട്സ് ആസ് സിംഗിൾ ആക്ട് ആണോ, ഓർ ആക്ട് ഡിനോട്ട്സ് ആസ് വെൽ ആസ് സീരീസ് ഓഫ് ആക്ട്സ് ആസ് എ മൾട്ടിപ്പിൾ ആക്ട് ആണോ, ഓർ നൺ ഓഫ് ദ ബോ. ഇതൊന്നും അല്ലാതെ മറ്റേതെങ്കിലും ഡെഫിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ BNS എടുത്ത് 2(1) എടുത്ത് വായിച്ചാൽ മനസ്സിലാക്കും ആക്ട് ഡിനോട്ട് ആസ് വെൽ ആസ് സീരീസ് ഓഫ് ആസ് എ സിംഗിൾ ആക്ട് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത്. സോ 2(1)ലെ സെയിം ഡെഫിനേഷൻ മനസ്സിലാക്കി വയ്ക്കുക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് ദ കോമൺ ഇൻറ്റൻഷൻ. കോമൺ ഇൻറ്റൻഷൻ എവിടെയാണ് പറയുന്നത്? 3(5)നകത്ത് അല്ലേ, 3(5) ഓഫ് BNS. അപ്പോൾ 3(5)നകത്ത് പറയുന്ന കോമൺ ഇൻറ്റൻഷനുമായി ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനുകൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം തന്നെ ഇവിടെ ട്രൂ ആണ് ചോദിച്ചത് അല്ലേ. ഇവിടെ ട്രൂ ഈസ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രൂ എന്നുള്ളതാണോ നോട്ട് ട്രൂ എന്നുള്ളതാണോ, കറക്റ്റ് എന്നുള്ളതാണോ ഇൻകറക്റ്റ് എന്നുള്ളതാണോ? സോ വിച്ച് ഈസ് കണക്റ്റഡ് വിത്ത് എന്ന്, അല്ലെങ്കിൽ വിച്ച് ഈസ് നോട്ട് കണക്റ്റഡ്, വിച്ച് ഈസ് ഓർ ആർ നോട്ട് കണക്റ്റഡ് വിത്ത് എന്നായിരിക്കും. ഈസ് ബാർ ആർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവാം. ചിലപ്പോൾ ഒരെണ്ണാവും സിംഗുലർ ആവാം, പ്ലൂറൽ ആവാം, ഒന്നിലധികം ഉണ്ടാവാം. സോ ഇവിടെ ഈസ്ന്ന് കണ്ടുകൊണ്ട് ഒരെണ്ണമേ കറക്റ്റ് ആയിട്ടുള്ളൂ, ട്രൂ ഉള്ളൂ എന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഈ ഒരു ക്വസ്റ്റിനകത്ത് ഒരെണ്ണേ ട്രൂ ഉള്ളൂ, കാരണം ABCD 4 ഓപ്ഷനേ ഉള്ളൂ. പകരം ചില ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ 1, 2 and 3 ഇങ്ങനെ 3 or 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ഇതുപോലെ കൊടുക്കും. എന്നിട്ട് അതിനകത്ത് 1 and 2 ആർ കറക്റ്റ്, 1, 2, 3 ആർ കറക്റ്റ്, ഓൾ ഓഫ് ദ എബോവ് ആർ കറക്റ്റ്, 4 ഓൺലി കറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഒരെണ്ണം മാത്രം കറക്റ്റോ ഒന്നിലധികം കറക്റ്റോ ആവാനുള്ള സാധ്യതയുണ്ട് അല്ലേ. സോ അത് മനസ്സിലാക്കേണ്ടത് എന്താ, ഈ കീവേഡ് എന്താണ്, ഈസ് ട്രൂ ആണോ നോട്ട് ട്രൂ ആണോ, കറക്റ്റ് ആണോ നോട്ട് കറക്റ്റ് ആണോ, അങ്ങനെയുള്ള കീവേഡിൻ്റെ താഴെ ഒന്ന് അണ്ടർലൈൻ ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും, തെറ്റില്ല. സോ ശരിയായതെന്ത്, ഈസ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ. അപ്പോൾ 3(5)മായി ബന്ധപ്പെട്ട് എ ക്രിമിനൽ ആക്ട് ഈസ് ഡൺ ബൈ എ സിംഗിൾ പേഴ്സൺ, അവിടെയാണോ 3(5) അല്ലല്ലോ. എ ക്രിമിനൽ ആക്ട് ഈസ് ഡൺ ബൈ സെവറൽ പേഴ്സൺസ് വിത്ത് ഡിഫറെൻറ്റ് ഇൻറ്റൻഷൻ ആണോ, ഡിഫറെൻറ്റ് ഇൻറ്റൻഷൻ ആണോ, അല്ല. സോ എ ക്രിമിനൽ ആക്ട് ഈസ് ഡൺ ബൈ സെവറൽ പേഴ്സൺസ് വിത്ത് സെയിം ഇൻറ്റൻഷൻ. അപ്പോൾ സെവറൽ പേഴ്സൺസ് സെയിം ഇൻറ്റൻഷനോട് കൂടി വരുമ്പോൾ എന്തായി, കോമൺ ഇൻറ്റൻഷൻ, ഇൻ ഫർദറൻസ് ഓഫ് കോമൺ ഇൻറ്റൻഷൻ എന്നാ 3(5)നകത്ത് പറയുന്നത് അല്ലേ. സോ അതാവാൻ സാധ്യതയുണ്ട്. ഇനി സെക്ഷൻ 3(5) ആസ് വെൽ ആസ് 190 ഡു നോട്ട് ക്രിയേറ്റ് സ്പെസിഫിക് ഒഫൻസസ് എന്നാണ് പറയുന്നത്. അത് തെറ്റാ, കാരണം 3(5)നകത്ത് സ്പെസിഫിക് ഒഫൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇറ്റ് ഈസ് എ റൂൾ ഓഫ് എവിഡൻസ് ആണ്. പക്ഷേ 190 അങ്ങനെയല്ല. 190 എന്ന് പറയുന്നത് പഴയ 149, IPCയുടെ 149. അതെന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ഒഫൻസാണ്. ക്ലിയർ അല്ലേ? അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒഫൻസാണ്. 3(5) അങ്ങനെയല്ല, പഴയ 34 IPCയുടെ 34. ആ 34 എന്ന് പറയുന്നത് ഒരു റൂൾ ഓഫ് എവിഡൻസ് മാത്രമാണ്, അല്ലാതെ ഒരു സ്പെസിഫിക് ഒഫൻസ് അല്ല. സോ രണ്ടും സ്പെസിഫിക് ഒഫൻസ് അല്ല എന്നുള്ള ഡു നോട്ട് ക്രിയേറ്റ് സ്പെസിഫിക് ഒഫൻസസ് എന്ന ഓപ്ഷനകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ അത് തെറ്റാണ്. സോ ആൻസർ ആവാൻ സാധ്യത എന്താണ്, ഓപ്ഷൻ സിക്കാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. എ ക്രിമിനൽ ആക്ട് ഈസ് ഡൺ ബൈ സെവറൽ പേഴ്സൺസ് വിത്ത് ദ സെയിം ഇൻറ്റൻഷൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഹു അമംഗ് ദ ഫോളോയിങ് ഡിഫൈൻഡ് ക്രൈം ആസ്. അപ്പം ഒരു ക്രൈമിൻ്റെ ഡെഫിനിഷൻ കുറേ ഡെഫിനിഷൻസ് ഉണ്ട്, കുറേ പ്രൊപ്പോണ്ടേഴ്സ് കുറേ ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുകയാണ്, ആൻ ആക്ട് കമ്മിറ്റഡ് ഓർ ഒമിറ്റഡ് ഇൻ വയലേഷൻ ഓഫ് എ പബ്ലിക് ലോ എയ്തർ ഫോർബിഡിങ് ഓർ കമാൻഡിങ് ഇറ്റ്. ക്ലിയർ അല്ലേ? എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ്? ആൻ ആക്ട് കമ്മിറ്റഡ് ഓർ ഒമിറ്റഡ് ഇൻ വയലേഷൻ ഓഫ് എ പബ്ലിക് ലോ എയ്തർ ഫോർബിഡിങ് ഓർ കമാൻഡിങ് ഇറ്റ്. അത് ചെയ്യാൻ പറയുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യുകയോ ചെയ്യുന്നു അല്ലേ. അപ്പോൾ അത്തരത്തിൽ അത് പബ്ലിക് ലോ പ്രകാരം പറഞ്ഞിട്ട് അതിന് വയലേഷനായിട്ട് അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ
എന്താണ് അതിനെയാണ് ക്രൈം എന്ന് വിളിക്കുന്നത് എന്നുള്ള ഡെഫിനിഷൻ കൊടുത്ത ആരാണ് എന്ന് ചോദിച്ചാൽ അത് ബ്ലാക്ക് സ്റ്റോൺ ആണ്. ആരാണ്? ബ്ലാക്ക് സ്റ്റോൺ ആണ് ഈ ഒരു ഡെഫിനിഷൻ കൊടുത്തത്. Then fourth question. The following ingredients of section 17 of BNS 2023 choose the incorrect option. So there is a keyword. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞൊരു കീവേഡ് ഉണ്ട്. എന്താ അത്? ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് എന്നുള്ളതാണ്. കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കണം, അതൊരു കീവേഡാണ്. അപ്പോൾ ഇൻകറക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, സെക്ഷൻ 17 ഓർമ്മയുണ്ട് എന്താണ്? മിസ്റ്റേക്കുമായി ബന്ധപ്പെട്ട അല്ലേ? മിസ്റ്റേക്ക് ജസ്റ്റിഫൈഡ് ബൈ ലോ, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് വിച്ച് ഈസ് ജസ്റ്റിഫൈഡ് ബൈ ലോ എന്ന് പറയുന്ന ലീഗലി ബൗണ്ട് ടു ഡു എന്നുള്ളതാണെങ്കിൽ സെക്ഷൻ 14 പറയുന്നത്. ഓർമ്മയുണ്ടോ? ഇത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് വിച്ച് ഈസ് ജസ്റ്റിഫൈഡ് ബൈ ലോ എന്ന് പറയുന്നതാണ് 17 വരുന്നത്. എനിക്ക് തോന്നുന്നു പഴയ IPC ആണെങ്കിൽ 79 അല്ലേ? പണ്ടത്തെ IPCയിലെ 76 ആണ്, ഇപ്പോഴത്തെ 14. 79 ആണ് ഇപ്പോഴത്തെ 17. ഓക്കെ, സോ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ ഇൻകറക്റ്റ് ആയത് ഏത് എന്ന് കണ്ടുപിടിക്കാം. സച്ച് എ ബിലീഫ്, അവിടെ ബിലീഫ് ഉണ്ടാവണം അല്ലേ? ബിലീഫ് മസ്റ്റ് ബി ബിക്കോസ് ഓഫ് എ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആൻഡ് നോട്ട് ബിക്കോസ് ഓഫ് മിസ്റ്റേക്ക് ഓഫ് ലോ. കറക്റ്റാ അല്ലേ? മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് മാത്രമേ അവിടെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, മിസ്റ്റേക്ക് ഓഫ് ലോ ആവരുത് അല്ലേ? ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ് അല്ലേ? മിസ്റ്റേക്ക് ഓഫ് ലോ എന്ന് പറയുന്നത് എക്സ്ക്യൂസബിൾ അല്ല. അപ്പം എ എന്ന് പറയുന്നത് കറക്റ്റാണ്. ക്വസ്റ്റ്യൻ എന്താ? ഇൻകറക്റ്റ് സെലക്ട് ചെയ്യാനാണ്. The act must have been done by a person who is either justified by law or believes himself to be justified by law in doing it. അപ്പം ജസ്റ്റിഫൈഡ് ബൈ ലോ ആണ് എന്ന് അയാൾ വിശ്വസിക്കുകയോ അത് ചെയ്യുന്ന സമയത്ത് ജസ്റ്റിഫൈഡ് ബൈ ലോ ആയിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടോ ആണ് അദ്ദേഹം ചെയ്യുന്നത് എങ്കിൽ അത് സെക്ഷൻ ഇതിനകത്ത് വരും, 17 ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരും. ശരിയാണ്, അത് കറക്റ്റാണ് അല്ലേ? അടുത്ത നോക്കൂ, സി പറയുന്നു വൺ മസ്റ്റ് ബി ലീഗലി ബൗണ്ട് ടു ഡു ദാറ്റ് ആക്ട് ആൻഡ് നോട്ട് ഓൺലി ലീഗലി ജസ്റ്റിഫൈഡ് ടു ഡു ഇറ്റ്. ലീഗലി ബൗണ്ട് ടു ഡു, നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ പോലീസ് ഓഫീസർ, ഒരു സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ കമാൻഡ് എന്ത് ചെയ്യുന്നു? ഒരു പോലീസ് കീഴുദ്യോഗസ്ഥൻ അനുസരിക്കുന്നു. അപ്പം ഹീസ് ബൗണ്ട് ടു ഡു അല്ലേ? ബൗണ്ട് ബൈ ലോ ടു ഡു ദാറ്റ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? 17 അത് എവിടെയാണ്? സെക്ഷൻ 14 പഴയ 76 ശരിയല്ലേ? അപ്പോൾ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് തന്നെയാണ്, പക്ഷേ മിസ്റ്റേക്ക് ഓഫ് ലോ അല്ല. പക്ഷേ ദ പേഴ്സൺ ഈസ് ബൗണ്ട് ബൈ ലോ ടു ഡു ദാറ്റ് എന്നുള്ളൊരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 14 പക്ഷെ ജസ്റ്റിഫൈഡ് ബൈ ലോ ബൈ ഡൂയിങ് ദാറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് വരുന്നത് എവിടെ? 17 വ്യത്യാസം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ സി എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത എന്താ നോക്കാം. ബിലീഫ് മസ്റ്റ് ബി എ ബോണഫൈഡ് ബിലീഫ് ഇൻ ഗുഡ് ഫെയ്ത്ത് അല്ലേ? ആ ബിലീഫ് ഇൻ ഗുഡ് ഫെയ്ത്തിൽ വിശ്വസിക്കുന്ന അയാൾ ജസ്റ്റിഫൈഡ് ബൈ ലോ ആണ് എന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസം എന്ന് പറയുന്നത് ബോണഫൈഡ് ആയിരിക്കണം, ഇൻ ഗുഡ് ഫെയ്ത്ത് ആയിരിക്കണം അല്ലേ? സോ അത് കറക്റ്റ് തന്നെയാണ്. സോ സി ആണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ദ ആൻസർ ഈസ് സി. ഓക്കെ, അപ്പോൾ സെക്ഷൻ 17 ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കേണ്ടവർക്ക് വായിച്ച് നോക്കാവുന്നതാണ് സെക്ഷൻ 17 പറയുന്ന കാര്യങ്ങൾ. ദെൻ അടുത്തത് സെക്ഷൻ 5th ക്വസ്റ്റ്യൻ ആണ്, 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Which one of the following conclusions can be drawn from de minimis non curat lex? ഒരു മാക്സിമം ആണ് അല്ലേ? എന്താണ് de minimis non curat lex? de minimis non curat lex അതിനകത്ത് തന്നെ ഉണ്ട് അല്ലേ വേർഡിന്റെ മീനിങ് അല്ലേ? ട്രിഫ്ലിംഗ് ആക്ട്സ് അല്ലെ? ട്രിഫ്ലിംഗ് ആക്ട്സ് ആണ്. മിനിമസ് ചെറിയ ഇത് പഴയ സെക്ഷൻ 95 അല്ലേ? ഇപ്പോഴത്തെ സെക്ഷൻ 33 അതിനകത്ത് പറയുന്നുണ്ട് ട്രിഫ്ലിംഗ് ആക്ട്സ് ഡു നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഒഫൻസ് എന്ന് പറയുന്നുണ്ട്. അതാണ് ഡി മിനിമസ് നോൺ കുറാറ്റ് ലെക്സ് എന്ന് പറയുന്നത്. സോ ട്രിഫ്ലിംഗ് ആക്ട്സ് ഡു നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഒഫൻസ്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ APPയുടെയും സിവിൽ ജഡ്ജിൻ്റെയും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. സെറ്റ് ഈസ് ത്രോൺ ഫ്രം, അടുത്തത് നോക്കൂ, ഒരു ഇല്ലുസ്ട്രേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സെക്ഷൻ 30 അതിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ആക്ടിനകത്ത് കൊടുത്തിരിക്കുന്ന ഇല്ലുസ്ട്രേഷൻ ആണ്. സെറ്റ് ഈസ് ത്രോൺ ഫ്രം ഈസ് ഹോഴ്സ് ആൻഡ് ഈസ് ഇൻസെൻസിബിൾ. അയാളുടെ കുതിരയിൽ നിന്നും താഴെ വീണ് അയാൾ ഇൻസെൻസിബിൾ ആയിട്ട് കിടക്കുകയാണ്. എ സർജൻ, അത് കണ്ടുവരുന്ന ഒരു സർജൻ ആയിട്ടുള്ള ഒരാൾ, ഫൈൻഡ്സ് ദാറ്റ് സെഡ് റിക്വേഴ്സ് ടു ബി ട്രെപ്പാൻഡ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് ബ്രെയിൻ സർജറി, ഒരു സർജറി നടത്തേണ്ടതായിട്ട് അത്യാവശ്യമുണ്ട് എന്ന് സർജൻ മനസ്സിലാക്കുകയും നോട്ട് ഇൻറ്റൻഡിങ് സെറ്റ്സ് ഡെത്ത്, അയാളുടെ മരണം സംഭവിക്കണമെന്ന് ഉള്ള ഉദ്ദേശമില്ലാതെ, വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ഓഫ് ഡെത്ത്, ബട്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ സെറ്റ്സ് ബെനിഫിറ്റ്, സെറ്റിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ഇൻ ഗുഡ് ഫെയ്ത്തിൽ എന്ത് ചെയ്യുന്നു? പെർഫോംസ് ദ ട്രിപ്പാൻഡ് ബിഫോർ സെറ്റ് റിക്കവേഴ്സ് ഹിസ് പവർ ഓഫ് ജഡ്ജിങ് ഫോർ ഹിംസെൽഫ്. അയാൾ സ്വയം ജഡ്ജ് ചെയ്യണതിന് മുമ്പ് കൺസെൻറ്റ് വാങ്ങാനുള്ള സമയമില്ലാതെ തന്നെ അയാൾ എന്ത് ചെയ്യുന്നു? അയാൾക്ക് വേണ്ടിയിട്ടൊരു സർജറി നടത്താണ്. ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം അല്ലേ? സോ ഇത് നമുക്ക് അപ്ലിക്കബിൾ ആണ്. ഇതിനകത്ത് എന്താ ചെയ്തത്? എന്തെങ്കിലും ഒഫൻസ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒഫൻസ് ചെയ്തിട്ടില്ല, ഹാസ് കമ്മിറ്റഡ് നോ ഒഫൻസ് എന്നുള്ളതാണ്. എവിടെ പറയുന്നത്? സെക്ഷൻ 30 പറയുന്നുണ്ട്. സെക്ഷൻ 30 പറയുന്നു
അതിന് മുമ്പ് 26, 27, 28 ആ ഭാഗങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്, കൺസെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഒന്നിലോ ഈ വ്യക്തിയുടെ കൺസെന്റ് വാങ്ങണം, അല്ലെങ്കിൽ 12 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണെങ്കിൽ അവരുടെ ഗാർഡിയന്റെയോ ലീഗലി അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആളിൽ നിന്നൊക്കെ കൺസെന്റ് വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ അതിന് മുമ്പത്തെ സെക്ഷനകത്ത് പറഞ്ഞു നിർത്തിയിട്ടാണ് സെക്ഷൻ 30 പറയുന്നത് ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ കൺസെന്റ് വാങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അത് എത്ര സാഹചര്യങ്ങളാണ്? ഇപ്പോൾ ഇതിൽ ഇൻസെൻസിബിൾ ആണെന്ന് പറഞ്ഞു, പക്ഷേ ഇമ്മീഡിയറ്റ് സർജറി നടത്തിയേ പറ്റൂ. അത്തരം സാഹചര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ കൺസെന്റ് വാങ്ങാനായിട്ട് നിൽക്കാൻ പറ്റുമോ? ഇയാൾ ബോധം വന്ന് കൺസെന്റ് വാങ്ങിയിട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ലീഗലി ബൗണ്ട് ബൈ ഡു ദാറ്റ് എന്നുള്ള രീതിയിലുള്ള ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗാർഡിയൻ്റെയോ ഒക്കെ പെർമിഷൻ വാങ്ങാനായിട്ട് 12 വയസ്സിൽ താഴെയുള്ള ആളാണെങ്കിൽ അവരുടെ പെർമിഷൻ വാങ്ങാനൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? സോ അത് ഇമ്മീഡിയറ്റ്ലി ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവില്ല, വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അത്തരം സാഹചര്യങ്ങളിൽ സെക്ഷൻ 30 പ്രകാരം എന്ത് ചെയ്യാം? ഇമ്മീഡിയറ്റ് ആക്ഷൻ ക്യാൻ ബി ടേക്കൺ എന്ന് പറയുന്നുണ്ട് അല്ലേ, സെക്ഷൻ 30 പറയുന്നുണ്ട്. പക്ഷെ അവിടെ കുറേ കാര്യമുണ്ട്. ഈയൊരു കേസിനകത്ത് ഡെത്ത് വരെ സംഭവിക്കാവുന്ന കേസാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഡെത്ത് വരെ സംഭവിക്കാവുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ബിക്കകത്ത് പറയുന്നു, സെക്ഷൻ 30 ക്ലോസ് ബിക്കകത്ത് പറയുന്നുണ്ട്. ഇതിൽ ഓരോ ക്ലോസുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പം ആ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്ത് മാത്രം പറഞ്ഞു പോകുന്നു എന്നുള്ളൂ. അവിടെ ബിക്കകത്ത് നോക്കൂ, ദ ഡൂയിങ് ഓഫ് എനിത്തിങ് വിച്ച് ദ പേഴ്സൺ ഡൂയിങ് ഇറ്റ് നോസ് ടു ബി ലൈക്ലി ടു കോസ് ഡെത്ത്. അപ്പോൾ ഇവിടെ സർജറി അറിയാം, ഈ സർജറി ചെയ്യുമ്പോൾ ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം എന്ന് ചിലപ്പോൾ അറിയുമായിരിക്കാം. പക്ഷെ എങ്കിലും എന്ത് ചെയ്യാണ്? ഫോർ എനി പർപ്പസ് അതർ ദാൻ ദ പ്രിവെൻറ്റിങ് ഓഫ് ഡെത്തോ ഗ്രീവിയസ് ഹെർട്ടോ അല്ലെങ്കിൽ ക്യൂറിങ് ഓഫ് എനി ഗ്രീവിയസ് ഡിസീസോ ഓർ ഇൻഫോമിറ്റിയോ, അത്തരം കാര്യങ്ങൾ തടയാനായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഡെത്ത് വരെ സംഭവിക്കാവുന്ന ആക്ട് പോലും ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളത് സെക്ഷനകത്ത് പറയുന്നുണ്ട്. ഇത് ഒറ്റയടിക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം ജനറൽ എക്സെപ്ഷനാണ് സെക്ഷൻ 30. ആ ജനറൽ എക്സെപ്ഷനകത്തുള്ളൊരു എക്സെപ്ഷനാണ് ക്ലോസ് ബിയും എയും ബിയും സിയും ഡിയും പറയുന്നത്. സോ ശ്രദ്ധിച്ചു വേണം ഇത് ആൻസർ ചെയ്യാൻ. ഓക്കെ, സോ അടുത്തത് കോമൺ ഇൻറ്റൻഷൻ പ്രൊവൈഡഡ് ഇൻ സെക്ഷൻ 3 ക്ലോസ് 5 ബന്ധപ്പെട്ടുള്ള ഒരു പോയിന്റാണ്. സോ ദ കോമൺ ഇൻറ്റൻഷൻ മേ ഡെവലപ്പ്, അങ്ങനെയാണ് വായിക്കേണ്ടത്. കോമൺ ഇൻറ്റൻഷൻ മേ ഡെവലപ്പ് അറ്റ് ദ സ്പോട്ട് ആസ് ബിറ്റ്വീൻ എ നമ്പർ ഓഫ് പേഴ്സൺസ്. ഒരു നമ്പർ ഓഫ് പേഴ്സൺസ് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, ആ സമയത്ത് വേണമെങ്കിൽ കോമൺ ഇൻറ്റൻഷൻ ക്യാൻ ബി ഡെവലപ്ഡ് എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ശരിയാണോ അല്ലയോ? ആണ് അല്ലേ? മേ ഡെവലപ്പ് അറ്റ് ദ ടൈം ഓഫ് കമ്മീഷൻ അല്ലെ, ആ സ്പോട്ടിൽ ആ സംഭവം നടക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് വേണമെങ്കിൽ എന്തുണ്ടാവാം? 3 ക്ലോസ് 5 പ്രകാരമുള്ള കോമൺ ഇൻറ്റൻഷൻ ഡെവലപ്പ് ചെയ്യാം. ഓർ ഇംപ്ലൈസ് എ പ്രീ അറേഞ്ച്ഡ് പ്ലാൻ, വേണമെങ്കിൽ പ്രീ അറേഞ്ച്ഡ് പ്ലാനും ആവാം. ഫർദറൻസ് ഓഫ് കോമൺ ഇൻറ്റൻഷൻ എന്നുള്ള ഇതിന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രകാരം എന്ത് ചെയ്യാം? വേണമെങ്കിൽ നടത്താം. അപ്പോൾ ഇത് രണ്ടും വരുന്നുണ്ട്. ഇത് രണ്ടും കോമൺ ഇൻറ്റൻഷൻ തന്നെയാണ്, 3 ക്ലോസ് 5 അണ്ടറിലുള്ള കോമൺ ഇൻറ്റൻഷൻ ആണ്. സോ ദ ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ബി. Common intention provided in section 3 clause 5 may develop at the spot as between a number of persons or implies a pre-arranged plan. രണ്ടും വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. Then 8th question. Under the definition provided in section 2 clause 8. അപ്പോൾ BNSലെ 2 clause 8-നകത്തുള്ള ഡെഫിനിഷനെ കുറിച്ചാണ് പറയുന്നത്. Which of the following comes under the category of documents? 2 clause 8-നകത്ത് ഡോക്യുമെന്റ്സ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. അതിലെന്തെല്ലാം വരാം? എ റൈറ്റിംഗ് എക്സ്പ്രസിങ് ദ ടേംസ് ഓഫ് എ കോൺട്രാക്ട്, കോൺട്രാക്റ്റിൻ്റെ ടേംസ് എഴുതിയിട്ടുള്ള ഒരു റൈറ്റിംഗ്. ഓർ വിച്ച് മേ ബി യൂസ്ഡ് ആസ് എവിഡൻസ് ഓഫ് ദ കോൺട്രാക്ട്, ആ കോൺട്രാക്റ്റിൻ്റെ എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള റൈറ്റിംഗ്. ഒരു ചെക്ക് അപ്പോൺ എ ബാങ്കർ, ഒരു ചെക്ക്. ഒരു പവർ ഓഫ് അറ്റോണി, ഇതെല്ലാം ഡോക്യുമെൻ്റ് തന്നെയാണ് അല്ലേ? സോ ഓൾ ഓഫ് ദ എബോവ്, ഈ ഡെഫിനിഷൻ പ്രകാരം ഇതെല്ലാം വരുന്നുണ്ട്. സോ ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ. ഡെഫിനിഷനകത്ത് പറയുന്നുണ്ട്, എടുത്ത് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടോ. ഡെഫിനിഷൻ അവിടെ ആ ക്ലോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ അല്ലേ? യെസ്. സോ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. എ വില്ലേജ് ഒരു വൈദ്യൻ ആയിട്ടുള്ളൊരു വ്യക്തി യൂസ് ടു സക്സസ്ഫുള്ളി ഓപ്പറേറ്റ് വൂണ്ട്സ് വിത്ത് ഷേവിംഗ് ബ്ലേഡ്സ്. വൂണ്ടുകൾ ഷേവിംഗ് ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? സക്സസ്ഫുള്ളി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദർ ഇസ് എ വിക്ടിം ഹു വാസ് സഫറിങ് ഫ്രം പൈൽസ് വാസ് ഓപ്പറേറ്റഡ് വിത്ത് ഷേവിംഗ് ബ്ലേഡ് ബൈ ദ വൈദ്യ എന്ത് ചെയ്യാണ്? ആ ഷേവിംഗ് ബ്ലേഡ് കൊണ്ട് പൈൽസ് ഓപ്പറേറ്റ് ചെയ്യാണ്. സോ അത് കാലങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, ആർക്കൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഇദ്ദേഹത്തിന് മരണം സംഭവിക്കണം എന്നുള്ള ഉദ്ദേശമോ അല്ലെങ്കിൽ മരണം സംഭവിച്ചേക്കാം എന്നുള്ള ഇൻറ്റൻഷനോ നോളജോ ഒന്നുമില്ല. ഡ്യൂ ടു പ്രൊഫൗണ്ട് ബ്ലീഡിങ്, ഒരുപാട് ബ്ലീഡിങ് നടന്നുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ഷേവിംഗ് ബ്ലേഡ് ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ ഒരുപാട് ബ്ലീഡ് ചെയ്യുകയും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ദ വിക്ടിം ഡൈഡ് ആൻഡ് ദ വൈദ്യ വാസ് പ്രോസിക്യൂട്ടഡ് ഫോർ കോസിങ് ഡെത്ത് ഓഫ് ദ വിക്ടിം.
വിക്ടിം മരണം സംഭവിച്ചതിന് ഈ വൈദ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാണ്. സോ ഇഫ് യു ആർ എ ഡിഫൻസ് ലോയർ, നമ്മളൊരു ഡിഫൻസ് ലോയർ ആണെങ്കിൽ, ഡിഫൻസ് ലോയർ എന്ന് പറഞ്ഞാൽ എന്താ, ആർക്കാണ്, അക്യൂസിന് വേണ്ടിയിട്ടുള്ള ലോയറാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അണ്ടർ വിച്ച് ഓഫ് ദി ഫോളോയിങ് സെക്ഷൻസ് ഓഫ് BNS യു ക്യാൻ ഡിഫെൻഡ് വൈദ്യ. വൈദ്യയെ നമ്മൾ ഡിഫെൻഡ് ചെയ്തേ പറ്റും അല്ലേ, കാരണം നമ്മൾ ഒക്കാലത്ത് വാങ്ങി വൈദ്യയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കുകയാണ്. സോ ഏത് സെക്ഷൻ പ്രകാരം നമുക്ക് ഡിഫെൻഡ് ചെയ്യാം? നോക്കൂ, സെക്ഷൻ 26 ആണോ, 22 ആണോ, 24 ആണോ, നൺ ഓഫ് ദ എബോവ് ആണോ? ഡിഫൻസ് എടുക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ വക്കീലായിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം? നമുക്ക് ഡിഫെൻഡ് ചെയ്തേ പറ്റൂ അല്ലേ. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് അത് പ്രകാരം രക്ഷപ്പെടുകയോ രക്ഷപ്പെടില്ലയോ അതൊന്നല്ല, ഏത് സെക്ഷൻ പ്രകാരം ഡിഫൻസ് എടുക്കാം എന്നുള്ളതേ ചോദിച്ചിട്ടുള്ളൂ. നൺ ഓഫ് ദ എബോവ് എന്ന് പറയുന്നത് അത് കാരണം ആൻസർ അല്ല, കാരണം ഡിഫൻസ് എടുക്കാം അല്ലേ, ഡിഫൻസ് എടുക്കുകയാണ് നമ്മൾ. സോ 22 ആണോ, 24 ആണോ, 26 ആണോ? സോ ദെൻ ദ ആൻസർ ഈസ് ഈസി. എന്താണ്, 26 എടുക്കാൻ പറ്റുള്ളൂ, കാരണം 22 24 ഇതല്ല, ഡ്രങ്കണ്ണസും അല്ലെങ്കിൽ ഇൻസാനിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെയാണ്, ഇൻടോക്സിക്കേഷനൊക്കെ ബന്ധപ്പെട്ട സെക്ഷൻസ് ആണ് 22 24. ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഏതൊക്കെ സെക്ഷൻസ് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ ഇത്തരം ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ ദ ആൻസർ ഈസ് സെക്ഷൻ 26. 26ലാണ് ഇത്തരത്തിൽ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതർ പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത് അല്ലേ. ഇതാ ഇവിടെ പറയുന്നുണ്ട് സെക്ഷൻ 26നകത്ത് ആക്ട് നോട്ട് ഇൻറ്റൻഡഡ് ടു കോസ് ഡെത്ത്. ഇവിടെ ഡെത്ത് കോസ് ചെയ്യാനൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. സോ ആക്ട് നോട്ട് ഇൻറ്റൻഡഡ് ടു കോസ് ഡെത്ത് ഡൺ ബൈ കൺസെൻറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ പേഴ്സൺസ് ബെനിഫിറ്റ്. പേഴ്സൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ഇൻ ഗുഡ് ഫെയ്ത്തിൽ വിത്ത് കൺസെൻറ്റോട് കൂടി ചെയ്യുമ്പോൾ വിച്ച് ഈസ് നോട്ട് ആൻ ഒഫൻസ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ കൺസെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി കൺസെൻറ്റ് രണ്ട് തരത്തിലാവാം. ഇവിടെ എടുത്ത് പറയുന്നുണ്ട് വെദർ എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് എന്ന് സെക്ഷനകത്ത് പറയുന്നുണ്ട്. സോ ഇവിടെ എന്താണ് ഈ ഇദ്ദേഹം ചെയ്തത്? ഡിഫെൻഡ് ചെയ്യാൻ സെക്ഷൻ 26 ഉപയോഗിക്കാം. അത് എത്രത്തോളം ഡിഫൻസ് നിലനിൽക്കും എന്നുള്ളത് നമ്മുടെ സാമർത്ഥ്യം അനുസരിച്ചിരിക്കുമെന്ന് മാത്രം. ഓക്കെ അല്ലേ? യെസ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ സീരീസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ സർജൻ നോവിംഗ്ലി ഫുള്ളി വെൽ ദാറ്റ് എക്സെപ്റ്റ് എ മിറാക്കിൾ. ഒരു മിറാക്കിൾ സംഭവിച്ചില്ല എങ്കിൽ നത്തിങ് കാൻ സേവ് എക്സ്. എക്സ് മരിക്കാൻ പോവാണ്. ഇനി ഒരു മിറാക്കിൾ സംഭവിച്ചില്ലെങ്കിൽ എക്സ് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് ആർക്കറിയാം? സർജൻ അറിയാം. ഹു ഈസ് എയിലിംഗ് ഫ്രം എ ഡിസീസ്. ഒരു അസുഖം ബാധിച്ചിങ്ങനെ കിടപ്പാണ്. സോ ഇൻ ഗുഡ് ഫെയ്ത്ത്, അപ്പോൾ അയാൾ ഗുഡ് ഫെയ്ത്തിൽ സർജൻ എന്ത് ചെയ്യണം? ഇഫ് ദ സർജൻ ഓപ്പറേറ്റഡ് ഓൺ എക്സ് മേൽ എന്ത് ചെയ്യാണ്? ഒരു ഓപ്പറേഷൻ നടത്തുക. എന്തായാലും ഇനി ജീവിക്കാൻ പോകുന്നില്ല. സോ ഒരു ഫൈനൽ ഹോപ്പ് എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഒരു ഓപ്പറേഷൻ നടത്തുകയാണ്. ബട്ട് ആസ് എ കോൺസിക്വൻസ് ഓഫ് ദാറ്റ് ഓപ്പറേഷൻ എക്സ് ഡൈഡ്. പക്ഷേ ആ ഓപ്പറേഷൻ്റെ കോൺസിക്വൻസിൽ എക്സ് മരിക്കുകയാണ്. ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വുഡ് ബി കറക്റ്റ്? ഇതിൽ എന്താണ് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക? എ ഈസ് ഓപ്ഷൻ എ ഇതാണ്. എ ഈസ് ഹെൽഡ് ഗിൽറ്റി ഓഫ് മർഡർ ഫോർ നോവിങ് വെൽ ദാറ്റ് എക്സ് വിൽ നോട്ട് സർവൈവ്. എക്സ് സർവൈവ് ഇല്ല എന്ന് അറിഞ്ഞിട്ട് അയാളുടെ മേലിൽ സർജറി ചെയ്തതിന് ഗിൽറ്റി ഓഫ് മർഡർ വരുമോ? ഇല്ല അല്ലേ, സിമ്പിളാണ്, വരില്ല. അടുത്തത് എന്താ? എ ഈസ് ഗിൽറ്റി ഓഫ് മർഡർ ബിക്കോസ് ദ ഡെത്ത് ഈസ് ദ ഡയറക്റ്റ് കോൺസിക്വൻസ് ഓഫ് ദ ഓപ്പറേഷൻ. ആ ഓപ്പറേഷൻ നടന്നതിന് ഡയറക്റ്റ് കോൺസിക്വൻസിലാണ് ഈ മരണം നടന്നത്. അതുകൊണ്ട് ഡെത്തിന് എന്ത് ചെയ്യാൻ പറ്റും? മർഡറിന് ഗിൽറ്റി ആവുമോ? ആവില്ല. ഓൾറെഡി മരിക്കാൻ കിടക്കാൻ ആളെ രക്ഷിക്കാൻ ഈ ഗുഡ് ഫെയ്ത്തിൽ ചെയ്തതാണ്, അല്ലാതെ ഓപ്പറേഷൻ്റെ ഡയറക്റ്റ് കോൺസിക്വൻസിൽ വന്നതല്ല. അദ്ദേഹം ഓൾറെഡി വയ്യാതെ കിടപ്പിലാണ് അല്ലേ. അപ്പോൾ സോ ബിയും ശരിയല്ല. സി എന്താ? ഈസ് നോട്ട് ഗിൽറ്റി ബിക്കോസ് ഹി ഹാസ് ആക്ടഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഓൾദോ നോ ഫുള്ളി വെൽ ദാറ്റ് എക്സ് വിൽ ഡൈ. എക്സ് മരിക്കുമെന്ന് പറഞ്ഞിട്ടും ഇൻ ഗുഡ് ഫെയ്ത്തിലാണ്, ആളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ചെയ്തത്. ശരിയല്ലേ? സോ ഹീ ഈസ് നോട്ട് ഗിൽറ്റി ഓഫ് മർഡർ. കറക്റ്റ് ആണല്ലോ. സോ സി ആണ് കറക്റ്റ് അല്ലേ. അടുത്ത ഡി എന്താ? ദ മാറ്റർ ബീങ് സബ്ജക്റ്റ് ടു നോ സ്പെസിഫിക് ഡിസിഷൻ ക്യാൻ ബി ടേക്കൺ. ഇത് ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റർ ആയതുകൊണ്ട് ഒരു ഡിസിഷൻ കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയല്ല, സി എന്ന് പറയുന്നത് കറക്റ്റാണ്. നമുക്ക് സി ആണ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുക. ഈസ് നോട്ട് ഗിൽറ്റി ബിക്കോസ് ഹി ഹാസ് ആക്ടഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഓൾദോ നോയിങ് ഫുള്ളി വെൽ ദാറ്റ് എക്സ് വിൽ ഡൈ. എക്സ് മരിക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്തതെങ്കിൽ പോലും ഒരു ലാസ്റ്റ് ഹോപ്പ്, ഒരു ഫൈനൽ ഹോപ്പ് എന്നുള്ള രീതിയിൽ ശ്രമം നടത്തിയതാണ് അദ്ദേഹം അല്ലേ. സോ അത് കാരണം ഒരു തെറ്റല്ല. സോ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് 10 എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് കാണാം. താങ്ക് യു ഓൾ.